ഞായറാഴ്ച ഒരു പരിപാടി ഇല്ലാണ്ടിരിക്കുമായിരുന്നു. ഞാനിപ്പോ അരുവിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഡബിങ് അവളുടെ രാവുകളിലൊക്കെ ആരുടെ ശബ്ദമെന്ന വിചാരം അറിയാവോ? അറിഞ്ഞൂടെ, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. സീമയുടെ സംസാരമൊക്കെ എന്റെയാണ്. അവളുടെ രാവുകൾ, അടവുകൾ 18, അനുമോദനം, പിന്നെ ശാരദ. അതെ, കടുവയില് സീമയുടെ വോയിസ് ഞാന്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ നമുക്ക് വരും. അതുകൊണ്ടല്ലേ പൃഥ്വിരാജ് ഓരോന്നൊക്കെ ചെയ്യുന്ന, പാട്ട് പാടുന്നു, സംവിധാനം ചെയ്യുന്നു, അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നോട് പ്രത്യേകം പറഞ്ഞു ഞാൻ റേറ്റിംഗ് കൂടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ചിലപ്പോ എന്തെങ്കിലും കള്ളമൊക്കെ പറയും, അതനുസരിച്ച് ഞാന് ആ കള്ളം പറയുന്ന വിഭാഗമൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ രക്ഷപ്പെട്ട നമുക്ക് റേറ്റിംഗ് ഇല്ല. അത് കാരണം പിന്നെ ആ പ്രശ്നം റേറ്റിംഗ് ഇല്ല. ഇത് യൂട്യൂബ് അല്ല, അപ്പൊ നമുക്ക് റേറ്റിംഗ് ഇല്ല, നമുക്ക് വ്യൂസ് ആണല്ലോ. ഒബ്വിയസ്ലി റീച്ച് എന്നുള്ള സാധനമായിരിക്കും. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞൊരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തതിന് സീരിയസ് ആയിട്ട് വളരെ സന്തോഷം. ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ അൽഫോൺസിന്റെ പടം വരുന്നത്, അത് ഇദ്ദേഹത്തിന്റെ പടമായിരുന്നു. അവിടെ നിന്നാണ് തുടക്കം, വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അത്രേ ഉള്ളൂ. അതിന്റെ തുടക്കം അവസാനം ഒക്കെ അത് തന്നെയായിരുന്നു. പിന്നെ എന്റെ അമ്മേനെ വെച്ച് പടം എടുക്കാൻ അയ്യോ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ട് പൊന്നേ ഞാൻ പറയുന്നില്ല വാങ്ങിച്ച പൈസ. അന്ന് എനിക്ക് തോന്നുന്നത് ഓപ്പൽ ആസ്ട്ര എന്ന് പറയുന്ന കാറുള്ള ഒരു 555 നമുക്ക് നാട്ടിലൊരു ചെറിയ ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. അന്ന് ജയസൂര്യയും മലയാമയും കൂടെ ആയിരുന്നു വന്നിരുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തത് എപ്പോഴെങ്കിലും ഓർക്കും, എപ്പോഴെങ്കിലും ഇനിയിപ്പം. പക്ഷെ ഒരു ഘട്ടത്തിൽ 17 വയസ്സേ ഉള്ളല്ലോ, വയസ്സാകുമ്പോ മറവിയൊക്കെ വരുമ്പോ. ഞാൻ എപ്പോഴും പറയാം എൻ്റെ അടുത്ത് 5555 എൻ്റെ ഓപ്പലാസ്ട്ര വണ്ടിയിലാണ് രാജു ആദ്യമായിട്ട് ഒരു ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പം ഞാൻ ചുമ്മാ തമാശയിൽ പറയും, ഇപ്പം ഏതാണ്ട് കുറേ വണ്ടികളുണ്ട്. ഞാൻ പറയാം എൻ്റെയൊക്കെ ഐശ്വര്യം 5555 തുടങ്ങി. ഞാൻ അപേക്ഷിച്ച് തമിഴ് പടം കണ്ടിട്ടുണ്ടോ? തമിഴ് അയ്യോ സീമാന്റെ പടം വാഴ്ത്തുക്കൾ, മാധവന്റെ അമ്മയാണ്. എനിക്കറിയാം, അതെനിക്കറിയാം, വാഴ്ത്തുക്കൾ എനിക്കറിയാം. അതിനുശേഷം ഞാൻ മാധവൻ വലിയ കാര്യമായിട്ട് മല്ലിഹ ചേച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, മരുമക്കൾക്ക് പേടിയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ലിസ്റ്റിനെ കൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് മക്കൾക്ക് വലിയ കാര്യമാണ്. എൻ്റെ മോന് സത്യം ഇന്ദ്രൻ ഷൂട്ടിംഗ് ക്യാൻസലാക്കി. എനിക്ക് ഇടയ്ക്ക് സെല്ലുലൈറ്റിസ് വന്ന ഇൻഫെക്ഷൻ വന്നിട്ട് അന്ന് ലഡാക്കിലെങ്ങാണ്ട് ഷൂട്ട് ചെയ്യുക രാജു പറന്ന് വന്ന് 2 ദിവസം ഇവിടെ. അപ്പോൾ ആദ്യം അങ്ങനെയൊന്നും ഷൂട്ടിംഗ് നിർത്തി വരുന്നതേ അല്ല, അവരൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അതുപോലെ ഇന്ദ്രൻ തുടങ്ങാനിരുന്ന പടം ഒരാഴ്ച നീട്ടി, അമ്മയ്ക്ക് വയ്യത്. മൈജി ഫ്യൂച്ചർ fresh to home, no shortcuts taken. ഞായറാഴ്ച ഒരു പരിപാടി ഇല്ലാണ്ടിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ അരുവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അരു വന്നിരുന്ന കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആ പടത്തിൽ സത്യം പറഞ്ഞാൽ ഈ പിള്ളേരോടെ കിടന്ന് നമ്മുടെ പ്രായം പോലും പറഞ്ഞു. അപ്പം അരു അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ അമ്മയൊക്കെയുള്ള ഏറ്റവും പ്രായത്തെ പറ്റിയാ വലിയ പ്രൊഡ്യൂസർ മലയാള സിനിമയുടെ കംപ്ലീറ്റ് കയ്യിലല്ലേ ഇപ്പൊ. ഏതോ ഒരു പടം ഇപ്പൊ ഇറങ്ങാൻ പോകുന്നല്ലേ? അതേ ഉള്ളൂ. തീർന്നോ? എപ്പോ ഇറങ്ങും? സമയമുണ്ട്, സെപ്റ്റംബറിലേ ഉള്ളൂ. ഞാൻ കൂടുതൽ അതായത് വിശേഷങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഫോൺ എടുത്തില്ല. കടം വാങ്ങിച്ചല്ലോ, പൈസ തിരിച്ചു കടം വാങ്ങിച്ച ഭയങ്കര തിരക്കായപ്പോഴും ഞാൻ എന്തെല്ലാം ചിലപ്പോൾ വല്ല ബർത്ത്ഡേ ഒക്കെ ഫേസ്ബുക്കിൽ നിന്ന് അറിയുന്നേ. എന്നാ ശരി, വല്ല ഷൂട്ടിംഗ് സ്ഥലത്തിരിക്കായിരിക്കും. ഇനി ഇത് ഒന്ന് വിളിച്ച് പറയാം, തല്ലിക്കൊന്നും എടുക്കത്തില്ല ഫോൺ. അമ്മ വിളിച്ചാലും ഫോൺ എടുക്കില്ല. എന്റെ പിറ്റേ ദിവസം വിളിക്കുക, എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചാൽ അയ്യോ ഇന്നലെ ബർത്ത്ഡേ ആണെന്ന് കണ്ടു അറിയിക്കാനായിരുന്നു എന്നാ അപ്പൊ പറയാം. ഞാൻ എന്നോട് പ്രത്യേകം പറഞ്ഞു ഞാൻ റേറ്റിംഗ് കൂടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ചിലപ്പോ എന്തെങ്കിലും കള്ളമൊക്കെ പറയാം, അതനുസരിച്ച് ഞാന് ആ കള്ളം പറയുന്ന വിഭാഗമൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ രക്ഷപ്പെട്ടോളാം. ഞാൻ നമുക്ക് റേറ്റിംഗ് ഇല്ല. അത് കാരണം പിന്നെ ആ പ്രശ്നം റേറ്റിംഗ് ഇല്ല. അതെ, ഇവര് ചുമ്മാ 3-4 എപ്പിസോഡായിട്ട് ഇങ്ങനെ ഇത് യൂട്യൂബ് അല്ല, അപ്പൊ നമുക്ക് റേറ്റിംഗ് ഇല്ല, നമുക്ക് വ്യൂസ് ആണല്ലോ. ഒബ്വിയസ്ലി റീച്ച് എന്നുള്ള സാധനമായിരിക്കും. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞൊരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തതിന് വളരെ സന്തോഷം. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം, അതായത് പൃഥ്വിരാജിൽ നിന്നാണോ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ പരിചയക്കാരായിട്ടുള്ള ആൾക്കാരാണോ? അല്ല, പൃഥ്വിരാജിലാണ് തുടങ്ങുന്നത്. പടങ്ങൾ ഒന്നിച്ച് ഇവരെടുക്കുക, ഒന്നിച്ച് ചർച്ച ചെയ്യുക, എല്ലാ ബിസിനസ് പരമായ കാര്യങ്ങളെല്ലാം അങ്ങനെ ഇവരൊന്നിച്ച് തന്നെയായിരുന്നു.
അപ്പോൾ അന്നാണ് ഞാൻ ഇങ്ങനെ അതാരാ പോലെ അപ്പോൾ ഇങ്ങനെയാണ് അമ്മയെ ഞാനത്. പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരും, അപ്പടം എടുക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗോൾഡ് എന്ന് പറയുന്ന സിനിമ, അൽഫോൺസിൻ്റെ പടം വരുന്നത്. അപ്പം അതിനകത്ത് ഒരു അമ്മ ക്യാരക്ടർ രാജുവിൻ്റെ, പക്ഷേ കഥ വേറെയാണ്. ആ കഥയുടെ മെയിൻ ട്രാക്കുമായിട്ടല്ല എനിക്ക് രാജുവിൻ്റെ അമ്മ എന്നുള്ളത്. അത് ഇദ്ദേഹത്തിൻ്റെ പടമായിരുന്നു. അവിടെ നിന്നാണ് തുടക്കം, വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അത്രേ ഉള്ളൂ. അതിലെ തുടക്കം അവസാനം ഒക്കെ അത് തന്നെയായിരുന്നു. പിന്നെ എന്താ അമ്മേനെ വെച്ച് പടം എടുക്കാൻ? അയ്യോ, ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ടിട്ടാണ്. പൊന്നേക്കെ ഞാൻ പറയുന്നില്ല വാങ്ങിച്ച പൈസ. നമുക്ക് പോയി കഴിഞ്ഞിട്ട് പറയാം ചേട്ടൻ എന്തൊക്കെ ചെയ്തു. അതെ, അതിന്റെ ഇരട്ടി ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ അഭിനയിക്കുന്ന പടത്തിലൊക്കെ. ലിസ്റ്റിൻ ചേട്ടൻ്റെ, അതായത് ഇപ്പം നമ്മളെ മല്ലികാമ്മേനെ പറ്റി പറയുമ്പം ആദ്യം മനസ്സിൽ വരുന്ന കുറച്ച് അനുഭവങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? അല്ല, അതായത് സിനിമയ്ക്ക് മുമ്പുള്ള എനിക്ക് പരിചയമുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല അമ്മ ഓർക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 2005 ഒരു 10-15-20 കൊല്ലം മുമ്പാണ്. അന്ന് എനിക്ക് തോന്നുന്നത് ഓപ്പൽ ആസ്ട്ര എന്ന് പറയുന്ന കാറുള്ള ഒരു 555. അന്ന് നമുക്ക് നാട്ടിലൊരു ചെറിയ ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. അന്ന് ജയസൂര്യയും മലയാമയും കൂടെ ആയിരുന്നു വന്നിരുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തത് എപ്പോഴെങ്കിലും ഓർക്കും, എപ്പോഴെങ്കിലും ഇനിയിപ്പം. പക്ഷെ ഒരു ഘട്ടത്തിൽ 17 വയസ്സേ ഉള്ളല്ലോ, വയസ്സാകുമ്പോ മറവിയൊക്കെ വരുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അന്നേരം ഞാൻ അത് വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പറയാറുണ്ട്, ഞാൻ പൃഥ്വിരാജിന്റെ കൂടെ ഒന്ന് കാണാറുന്നു എന്നൊക്കെ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ രാജുവിനെ എന്താ പറയുക, CMS കോളേജിൽ കോട്ടയത്ത് പോയിട്ട് കണ്ടു. അന്ന് ഇന്ദ്രേട്ടനുമായിട്ടായിരുന്നു. പിന്നെ ഫോണിലൊക്കെ ഇടയ്ക്കൊക്കെ, സിനിമയിലേക്കൊന്നും സജീവമൊന്നും ആയിട്ടൊന്നുമില്ല, ആക്റ്റീവ് ആയിട്ടില്ല. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തെ ഞാൻ ഫോണൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴാണ് പൃഥ്വിരാജിനെ ഈവൻ കണ്ടത്. ഞാൻ എപ്പോഴും പറയാം എൻ്റെ അടുത്ത്, 5555 എൻ്റെ ഓപ്പലാസ്ട്ര വണ്ടിയിലാണ് രാജു ആദ്യമായിട്ട് ഒരു ഷൂട്ടിങ്ങിന് പോകുന്നത്. നന്ദനം നക്ഷത്രക്കണ്ണുള്ള സമയത്ത്. കാരണം എനിക്കങ്ങനെ, ഞാൻ വലിയ കാറിൽ ഇങ്ങനെ എന്നും സവാരി പോകുന്ന ആളല്ല, വീട്ടിലിരിക്കത്തേ ഉള്ളൂ കഴിയുന്നത്. അപ്പം ഞാൻ ചുമ്മാ തമാശന് പറയും, ഇപ്പം ഏതാണ്ട് കുറേ വണ്ടികളുണ്ട്. ഞാൻ പറയാം, എൻ്റെയൊക്കെ ഐശ്വര്യം 5555 തുടങ്ങി. ഇന്ന് ആ നമ്പറിനൊക്കെ ഭയങ്കര പൈസയാണ്. ശരിയാ, സത്യം. അന്നൊക്കെ പക്ഷേ അന്നൊന്നും ഞങ്ങളൊന്നും വലിയ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, അന്നൊക്കെ നമ്മളൊക്കെ ചെന്ന് കയറുമ്പോൾ ഈ RTOമാരോടൊക്കെ അവിടെ, ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു വണ്ടി എടുക്കുമ്പോൾ 6565 എടുക്കുമ്പോഴേക്ക് ഇതായിരുന്നു ഒന്ന് ഇന്നോവ അന്ന്. അപ്പോൾ അത് നമ്മുടെ പ്രേമനൊക്കെ ആയിരുന്നു അന്ന് അവിടെ ഇത് ലേലത്തിന് വന്ന്. എല്ലാവരും എന്നെ കണ്ടപ്പോൾ, ചേച്ചി ഈ നമ്പറാണോ? അയ്യോ എന്നാ വേണ്ട സാറേ, ചേച്ചി എടുത്തു. അപ്പം അങ്ങനെ ഒരു സ്നേഹം എന്നോടുണ്ട് കേട്ടോ. 3 പേര് സ്വയം പിന്മാറി, വലിയ ചേച്ചി എടുത്തോട്ട് നമ്പറൊന്നും പറഞ്ഞ്. അതാണ് നമ്മൾ സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ജീവിച്ചാലത്തെ ഗുണം മോളെ കേട്ടോ, അതൊന്ന് പറഞ്ഞു കൊടുക്കേ. പൃഥ്വിരാജുമായിട്ട് പിന്നെ ഈ ഒരു സൗഹൃദം ബിൽഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അല്ല, അങ്ങനെയല്ല. ഞാൻ പ്രത്യേകമായിട്ട് ആദ്യ പടം ചെയ്യുന്ന വിമാനം എന്ന് പറയുന്ന പടത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിൽ രാജുവിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് രാജുവിനത് ചെയ്യാനായിട്ട് ഇവൻ പറ്റിയില്ല. അപ്പം അന്ന് പിന്നെ അതിൻ്റെ തമിഴ് റീമേക്കിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചെറിയ പൈസയുടെ ഒരു കാര്യത്തിൽ, ഞാൻ പറഞ്ഞ പൈസയ്ക്ക് രാജു റെഡി അല്ലായിരുന്നു. നിസാര കുറച്ച് പൈസയായിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ അന്നൊരു കാൽക്കുലേഷനോടുകൂടി ആയിരുന്നു പ്ലാനുള്ളത്. പക്ഷെ അന്നും ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 2 സിനിമയും, ട്രാഫിക് മലയാളവും തമിഴും ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് സാധിച്ചില്ല ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞപ്പം പിന്നീട് വിമാനം എന്ന് പറയുന്ന സിനിമയിലാണ് തുടങ്ങിയത്. അപ്പോൾ ആ സിനിമ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ സിനിമ ഞങ്ങൾക്ക് ഭയങ്കര പരാജയമുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതും എബി എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള സാദൃശ്യവും കൂടെ വന്നതുകൊണ്ടിട്ട് പിന്നെ അത് ഒത്തിരി ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ, അപ്പോൾ ഒത്തിരി ലോസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ രാജുവിനോട് പറഞ്ഞപ്പോൾ നമുക്ക് വേറൊരു സിനിമ ചെയ്യണം, അപ്പം നീ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം പറഞ്ഞു. അങ്ങനെ അപ്പം പല സബ്ജക്റ്റുകൾ ഇപ്പം കേട്ടുകൊണ്ടിട്ടിരുന്നു. അപ്പം നമുക്കത് ഓക്കെ ആകത്തില്ല. ചിലപ്പം നമ്മൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിട്ട് ഇവൻ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ലതാണെങ്കിലും ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ തെറ്റാം. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു ഞാൻ ഒന്നും കേട്ടിട്ട് എനിക്ക് ശരിയാകുന്നില്ല, അപ്പോൾ രാജു തന്നെ ഏതെങ്കിലും പറ. അങ്ങനെ രാജുവിൻ്റെ കയ്യിൽ വന്ന് രാജു ഓക്കെ ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു ഷാജോൺ ഡയറക്റ്റ് ചെയ്ത ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ പടം തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് പടങ്ങൾ ചെയ്തു.
ഒരുമിച്ച് തമിഴ് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അപ്പം ഒരു റെഗുലറായിട്ട് തന്നെ അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടിട്ട് കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഡെയിലി കളക്ഷൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ബ്രദേഴ്സ് ഡേയിലേക്ക് വന്നു. ബ്രദേഴ്സ് ഡേ നമ്മൾ ചെയ്തു. എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി നല്ലൊരു ലാഭം കിട്ടി. ഒരു ലോസിൻ്റെ ഒരു 75% എനിക്ക് ആ സിനിമയിൽ കവർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ അത് കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും വീണ്ടും ഇതിൻ്റെ ഇടയിൽ തമിഴ് സിനിമകൾ ഒരുമിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സംഭവിച്ചു. പിന്നെ തുടരെ ഒരു 3-4 സിനിമകൾ, ഇപ്പോൾ ജനഗണമന, കടുവ, ഗോൾഡ്, പിന്നെ ഇതിൻ്റെ റീമേക്ക് ഹിന്ദി ഞങ്ങൾ ചെയ്തു. ഇപ്പം ഞങ്ങൾ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ രാജു ആണെങ്കിലും ബാക്കി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ബാക്കി ചെയ്യുന്നത്. കാന്താര ആയിക്കോട്ടെ, KGF ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ആ കോംബോ നിലവിൽ വർക്കാണ് ഭയങ്കരമായിട്ട്. അങ്ങനെയാണല്ലോ ചിലവർ തമ്മിലുള്ള ഒരു ഒരു ആശയം ഇപ്പം ഈവനുണ്ടല്ലോ. അപ്പോൾ ഇപ്പം അത് നല്ല രീതിയിൽ ഈവൻ പൊക്കോണ്ടിട്ട് ഇപ്പം ഈവൻ ഇരിക്കുകയാണ്. ഞങ്ങളിപ്പം ഈ വർഷം തന്നെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. വേറെ 2-3 സിനിമകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ബിസിയാണല്ലോ. ഞാൻ വേറെ കമ്പനി തുടങ്ങാൻ പോകാൻ അത് നമ്മൾ ശ്രദ്ധിക്കണില്ല. ഇപ്പൊ രണ്ടുപേർക്കും സിനിമ അവരുടെ ഓൺ കമ്പനി ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഒറ്റ സിനിമയിൽ മാത്രമേ നമുക്ക് ഉടനെ ദുബായിലായിരിക്കും മിക്കവാറും എന്റെ ഓഫീസൊക്കെ. ഓഫീസല്ലേ അങ്ങനെ വിട്ടാ ഒക്കത്തില്ല. നമുക്ക് അവരെ ഓഫീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങളല്ല, പടം അനൗൺസ് ചെയ്തോണ്ട് തുടങ്ങും. വേറെ പേരിൽ തുടങ്ങും. അതാകുമ്പോ നമുക്ക് വേറെ രീതിയിൽ. അതെ അതെ, എല്ലാരും ഇപ്പൊ കമ്പനി തുടങ്ങുക. അതെ, സ്വന്തം കമ്പനി. അടിപൊളിയായിട്ട്. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇന്ന് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെയ്യുമ്പം, അമ്മേനെ വെക്കുമ്പം, ലിസ്റ്റിൻ ചേട്ടൻ ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അമ്മയായിട്ടുള്ള ആ ഒരു സാധനം, അതായത് എന്താ പറയാ, ഇപ്പം പൃഥ്വിരാജ് എന്നുള്ളൊരു സുഹൃത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഭയങ്കര വലിയൊരു സംഭവം ആയതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിലോട്ട് നിങ്ങൾ എത്തുന്നത് ഒരുപക്ഷെ സിനിമ കൊണ്ട് മാത്രമായിരിക്കില്ലല്ലോ. ഞാൻ പറയാം എന്റെ കാര്യം. കാരണം ആത്മബന്ധം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വർഷമായിട്ട് അറിയാം, അങ്ങനെയല്ല. പക്ഷെ കണ്ട നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ലിസ്റ്റിന് എപ്പോഴും ലിസ്റ്റിന് വേറൊരു മുഖമില്ല. എനിക്ക് അങ്ങനെയുള്ളവരോട് എപ്പോഴും ഒരു വലിയ ബഹുമാനമാണ്, സത്യം. അതായത് ഇന്ന് വലിയ ചേച്ചിയെ കണ്ടപ്പോൾ ഒരു രീതി, നാളെ ഒരു രീതി, മറ്റന്നാൾ ഒരു രീതി. അത് വരുമ്പോൾ ഞാൻ അത്ര മണ്ടിയല്ലല്ലോ, മോക്കറിയാമല്ലോ. അപ്പൊ എനിക്കിത് മനസ്സിലാകും, ഇത് ഇന്നലത്തേതൊരു അഭിനയമായിരുന്നല്ലേ അപ്പോഴും. അങ്ങനെയില്ല, വളരെ ഇതായിട്ട് ഉള്ള സമയമുണ്ടെങ്കിൽ വിളിച്ചിട്ട് ചേച്ചി എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയും അതൊക്കെ ഉണ്ട്. ഫോൺ എടുക്കാത്തത് തിരക്കുകൊണ്ടാണെന്ന് എനിക്കറിയാം. പുള്ളി ഇങ്ങനെ ഓട്ടമായിരിക്കുമല്ലോ മദ്രാസ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. പിന്നെ ഇതുപോലെയൊക്കെ കാണുമ്പം കുഞ്ഞിൻ്റെ പിറന്നാളെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കത്തൊന്നുമില്ല. അത് പൃഥ്വിരാജിനെയൊക്കെ വിളിക്കുള്ളൂ, നമ്മളെ വിളിക്കത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ട് വിളിച്ചൊരു ആശംസയൊക്കെ പറയും. അത് നമ്മുടെ മര്യാദ അല്ലേ. പിന്നെ എന്നെ തന്നെ ആണെങ്കിലും ഇപ്പം ഇതിന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഞാൻ അന്നേരം ഇപ്പം ഇവന് ഓക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അവനോർത്ത് ഇതെന്താണ് പെട്ടെന്ന് ഓക്കെ പറഞ്ഞു, ഒരു ബിസി പോലും ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ രാജുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എനിക്കുള്ള, ഇപ്പോൾ രാജുവിനോടുള്ള റെസ്പെക്റ്റ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും രാജുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ഇപ്പം ഇവനുണ്ടല്ലോ. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവൻ പറയുമ്പോഴോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി. ഞാൻ പറയുമെങ്കിലും ലിസ്റ്റിന് എപ്പോഴും ഒരു സിൻസിയറിറ്റി ഉണ്ട്. ചില കാര്യങ്ങൾക്ക് ഉള്ളതുപോലെ പറയും, അല്ലെങ്കിൽ അതുപോലെ പറയാം. ഞാനതാ പറഞ്ഞു, എനിക്കിങ്ങനെ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്നോട് പറയുന്നതിൽ എനിക്ക് ഒരു സങ്കടമുള്ള ആളല്ല. പക്ഷേ ശരിയെ തെറ്റാണെന്നും തെറ്റിനെ ശരിയാണെന്നും പറഞ്ഞു നടക്കുന്ന കാണുമ്പോഴാണ് നമ്മളറിയാതെ പ്രതികരിച്ചു പോകും. ഇതാണ് സംഭവം. ലിസ്റ്റിന്റെ ഭയങ്കര പാവമാണോ? അതായത് ഇപ്പം അമ്മ പറഞ്ഞല്ലോ ഭയങ്കര ഇന്നസെന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ കത്തിയ ചോദ്യമാണ്, അമ്മയുടെ അടുത്ത് പാവാണെന്ന്. അല്ല, ഞാൻ ഓർത്തു, അതായത് മലയാളത്തിൽ ഇത്രയും കിടിലമായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അപ്പം ഒബ്വിയസ്ലി നമ്മൾ കുറച്ചൊക്കെ ക്രൂക്കഡായിട്ടൊക്കെ ലിസ്റ്റും ചേട്ടനോ ഞാൻ ഇത്ര ഭയങ്കര ജീവിയാണോ എന്ന് ഞാൻ ചോദിച്ചു. കണ്ടാലൊന്നും തോന്നില്ല, പാവം നല്ല മനുഷ്യനാണല്ലോ പറയുകയും ചെയ്തു. എന്നിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായ ആരോ അങ്ങനെ. അതപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അതെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണം പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഉള്ളതുപോലെ സംസാരിക്കും. നമുക്കൊക്കെയുള്ള ശത്രുത അതല്ലേ. അയ്യോ അവരോടൊന്നും ചോദിക്കല്ലേ, അവർ വിളിച്ചു പോവല്ല കൂടെ എന്ന് പറയുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിലുള്ളതല്ലേ നമുക്ക് പറയാനോ ഒക്കുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല. അല്ല, അങ്ങനെയാണല്ലോ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണല്ലോ ഇപ്പം പൃഥ്വിരാജും ഇന്ദ്രജിത്തും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഇച്ചിരിയോടെ നല്ലത് ചിലപ്പോൾ ഇന്ദ്രേട്ടനായിരിക്കും. രാജു വേറൊരു ക്യാരക്ടറാണ്, ഇന്ദ്രേട്ടൻ വേറൊരു ക്യാരക്ടറാണ്. അപ്പം എല്ലാവരും ഓരോരോ രീതിയിലാണല്ലോ. അതെ,
ഇപ്പൊ ആസ് എ അമ്മ എന്നുള്ള രീതിയിൽ മല്ലികാമ്മയിൽ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ എന്തായിരിക്കും? ഇപ്പൊ മക്കളെ വളർത്തിയതും എല്ലാം കേട്ടോ ചോദിക്കുന്നത്, ആർട്ടിസ്റ്റ് ആണ്, എല്ലാം ആണല്ലോ. അപ്പം അങ്ങനെയല്ല ഇപ്പൊ അതായത് ഇപ്പോഴാണല്ലോ നമ്മളൊക്കെ കേട്ടേക്കുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളൊക്കെ ഭയങ്കര ബോൾഡായിട്ട് വരുന്നു, സ്ത്രീകൾക്ക് ഒരു സ്പേസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് രാജുവിൻ്റെ ഒക്കെ ചെറുപ്പം മുതൽ മലയാൻ്റെ അവരെ ഒരുമിച്ച് വളർത്തിക്കൊണ്ടിട്ട് വന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു പക്ഷേ പൈസ ഉണ്ടാവാം, കാര്യങ്ങളെല്ലാം ഉണ്ടാകും, പക്ഷെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പല അമ്മമാരുണ്ടാകും. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ മലയാമ്മേനെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു സ്ട്രഗിളിൽ നിന്ന് രണ്ടുപേരെ വളർത്തിക്കൊണ്ടിട്ട് വന്ന് ഇന്നിപ്പോൾ അവർ രണ്ടുപേരും, ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയും ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന വ്യക്തിനെയും ഇന്ന് പബ്ലിക് അറിയുന്ന ഒരു പബ്ലിക് ഫിഗറാണ് രണ്ടുപേരും. ആ ഒരു ലെവലിലേക്കുള്ളൊരു വളർച്ചയുണ്ടല്ലോ ഇപ്പോഴാണ് അവർ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കുറച്ച് വർഷങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ, അതുവരെ ആൻറ്റി അവരുടെ കാര്യങ്ങളെല്ലാം അത്രത്തോളം ഇടപെട്ടുകൊണ്ടിട്ട് ഇരുന്നിരുന്നു. അപ്പൊ ഏത് പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ അറിയാം. കാരണം ആ സിനിമകൾ ഇറങ്ങുമ്പോഴും അല്ലെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം കൂടുതൽ ഇൻവോൾവ് ചെയ്തിരുന്ന ഒരാളാണ്. ശരിക്കും ഒരു ആണൊക്കെ ശരിക്കും ഒരു അപ്പനുള്ളപ്പോഴോ അല്ലെങ്കിൽ ഒരു ബ്രദേഴ്സ് ഉള്ളപ്പോഴോ ഒക്കെ ചെയ്യേണ്ട കൂടുതൽ കാര്യങ്ങളുണ്ടല്ലോ ഒരു അമ്മ എന്നുള്ള രീതിയിൽ. ഏതാണ്ട് അവരുടെ ഒരു കല്യാണ സമയം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കും, എന്താണ്, എവിടെയാണ് റിലീസ്, എങ്ങനെയാണ്, എന്താണ്, ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഈവൻ നമ്മൾക്ക് ഒരു മീഡിയയിൽ പോലും ഒരുപക്ഷെ എന്നോടുള്ള സ്നേഹം മീഡിയക്കാർക്ക് മക്കളോട് അത്രയും വരാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അവരോട് പറയും. നിങ്ങൾ വിചാരിക്കുന്നതല്ല, എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വലിയ കാര്യമാണ്. ചേച്ചി അതല്ലേ 50-ാം വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ സ്വീകരണം തരുന്നത് ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും കൂടെ. അങ്ങനെ ഒരു സ്വീകരണം എന്നോടത്ത് മന്ത്രിമാർ പറഞ്ഞു, ഇങ്ങനൊരു സ്വീകരണം ഞങ്ങൾ കണ്ടിട്ടില്ല, പത്രക്കാരും ചാനലും കൂടെ ഒരു സ്വീകരണം. അല്ല, ഞങ്ങൾ അതിലും വലിയൊരു സ്വീകരണം ദോഹയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഷോ പ്രൊഡ്യൂസർ ഷോ മുടങ്ങി പോയത് കൊണ്ടിട്ടായിരുന്നു അന്ന്. തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങള് അല്ലല്ല അന്ന് ആ ഷോ ഞങ്ങളുടെ അതിലൊരു പ്രോഗ്രാം ആയിരുന്നു. 50 വർഷം ആഘോഷിക്കുന്ന മല്ലിക സുകുമാരനെ ആദരിക്കും, അതിന് വേണ്ടിയിട്ട് പൃഥ്വിയും ഇന്ദ്രജിത്തും ഒക്കെ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആ പ്രോഗ്രാമിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ലാലേട്ടനൊക്കെ മമ്മൂക്കയൊക്കെ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രോഗ്രാം. അത് പക്ഷെ ആ ഷോ ക്യാൻസൽ ആയി പോയത് കൊണ്ടിട്ട് നടന്നില്ല. മൊമെന്റോ മാത്രം ഇരിപ്പുണ്ട്, പക്ഷെ ഞങ്ങളത് കൊടുത്തിട്ടില്ല. നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഇടയ്ക്ക്. പിന്നെ അടുത്ത പ്രൊഡ്യൂസർമാരുടെ പരിപാടി വരുമ്പോൾ നമുക്ക് അവർ തരും, തീർച്ചയായിട്ടും. വലിയ ചേച്ചിയുടെ ഇഷ്ടക്കേടൊന്നും ഒരു പ്രൊഡ്യൂസർക്കും ഇല്ല. അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യാം എന്നായിരിക്കും ഇനി അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ ഇടയിൽ ഒരു സിനിമ സംസാരിച്ചിരുന്നു. അല്ല, ശരിയാ, സത്യം. അതൊക്കെ പിന്നെ ഓരോരോ എന്താ പറയാ, ഇപ്പൊ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് എഴുതി വരുമ്പോൾ പിന്നെ ഹീറോയുടെ പ്രായം നോക്കണം, ഹീറോയിൻ്റെ പ്രായം നോക്കണം. ഹീറോ 30 വയസ്സുകാരനാണെങ്കിൽ അമ്മയ്ക്ക് ഒരു 45-50 വയസ്സ് വരെയൊക്കെ മതി. അപ്പം നമ്മളൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ മേക്കപ്പിലൊക്കെ, പക്ഷെ അങ്ങനെ അല്ലാതെ ഒരാളിനോട് ഒരു വ്യക്തിപരമായ വിരോധം വെച്ചുകൊണ്ട് റോള് വേണം. അങ്ങനെ വല്ല 100-ൽ 1-2 ഒക്കെ സംഭവിക്കും. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവാറുള്ള അഭിനയിക്കുക എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അതൊക്കെ വളരെ വിരളമാണ്. അപ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ ഗഗനചാരി ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു എൻ്റെ ശബ്ദം കേട്ടിരുന്നില്ല. എൻ്റെ ഇപ്പം ആ ഫോൺ എടുത്ത് നോക്കിയാൽ കാണാം, എൻ്റെ പൊന്നു മല്ലികാമേ, നിങ്ങൾ ആ തിയേറ്ററിലോട്ട് വന്ന് നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ ചിരിക്കുക. ഇതാരാണ് ഈ അയക്കുന്നതെന്ന് എനിക്കും അറിയില്ല, പക്ഷേ എൻ്റെ ശബ്ദം അവർ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണല്ലേ. അപ്പോൾ ഇപ്പം അനു പറഞ്ഞത് ആൻറ്റിയുടെ ശബ്ദം അമ്മയുടെ ശബ്ദം എല്ലാവർക്കും അറിയാവുന്നു, പക്ഷെ എന്നാലും ഒരു ആദ്യത്തെ ഏലിയൻ സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ അതിനകത്ത്. അപ്പൊ ഇപ്പൊ എങ്ങനെ വേണേലും ജീവിക്കാലോ. ഒന്നെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ട് സീരിയലിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ ഷോകളിൽ ചെയ്യാം, അല്ലെങ്കിൽ സിനിമയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡബ് ചെയ്ത് ജീവിക്കാം. ഞാൻ പറഞ്ഞ എല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഡബ് ചെയ്ത് അവളുടെ രാവുകളിലൊക്കെ ആരുടെ ശബ്ദം വിചാരം അറിയാവോ? അറിഞ്ഞൂടെ, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. സീമയുടെ സംസാരമൊക്കെ എന്റെയാണ്. അവളുടെ രാവുകൾ, അടവുകൾ 18, അനുമോദനം, ശാരദ, അതെ, കടുവയില് സീമയുടെ വോയിസ് ഞാന്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ നമുക്ക് വരും. അതുകൊണ്ടല്ലേ പൃഥ്വിരാജ് ഓരോന്നൊക്കെ ചെയ്യുന്ന, പാട്ട് പാടുന്നു, സംവിധാനം ചെയ്യുന്നു, അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഇവരൊക്കെ നല്ല പാവങ്ങൾ, നല്ല പ്രൊഡ്യൂസർ. അന്നൊക്കെ പ്രൊഡ്യൂസർമാര് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ ഉച്ചാരണ ശുദ്ധി വരെ ഇതൊന്ന് അധ്യാപികയെ എന്നൊക്കെ പറഞ്ഞ് ആകത്തിരുന്ന് പറയുന്നത് പ്രൊഡ്യൂസറാ. ഇന്ന് പ്രൊഡ്യൂസറെ കാണാനില്ല, ഡയറക്ടർമാർ തന്നെ തിരുത്തുകയല്ലേ നമ്മുടെ ഭാഷയുടെ ഉച്ചാരണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഡയറക്റ്റ് ഡബ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വിഷ്വൽ ക്യാമറയൊക്കെ വെച്ചിട്ടേ നേരെ ഡയറക്റ്റ് സൗണ്ട് എടുക്കുകയാണ് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അത് മുഴുവൻ കാണാതെ പഠിക്കണം. ഒരു സീൻ കാണാതെ പഠിച്ചിട്ട് നേരെ സൗണ്ട് എടുക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ മലയാളം കുറച്ചുകൂടെ ഭേദമായി. പിന്നെ ചേട്ടാ എൻ്റെ ചേട്ടാ അങ്ങനെ അതൊന്നും ഇപ്പം നമുക്കതില്ല, നടക്കത്തില്ല. ഇപ്പം ആങ്കർമാർക്ക് എന്ത് എളുപ്പമാണ്, തെറ്റിയാൽ വീണ്ടും എടുക്കാം, അങ്ങനെ പറയാം. പകുതി മലയാളം പകുതി ഇംഗ്ലീഷ് മംഗ്ലീഷ് ഒക്കെ വരും. മലയാളം പറയേണ്ടടുത്ത് മലയാളം പറയണം. ഇപ്പൊ രാജുവേട്ടന് അമ്മയിൽ പേടിയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നിങ്ങൾ സുഹൃത്തുക്കളാകുമ്പോ കുറച്ചും കൂടെ ഇങ്ങനെ അറിയുമല്ലോ അമ്മേനെ എന്തെങ്കിലും ഒരു പേടിയുണ്ടോ രാജുവേട്ടന്? അല്ല, നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യം സംസാരിക്കാറില്ലല്ലോ. ഒരു പേടിക്കേണ്ട തരത്തിലുള്ള ഒരു അങ്ങനെയില്ല. നമ്മളെപ്പോഴും ഒരു ലവ്വോളായിട്ട് കാണുന്ന ഒരാളാണല്ലോ. ഒരു കാര്യം പറയാം, മരുമക്കൾക്ക് പേടിയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ലിസ്റ്റിനെ കൂടെ സാക്ഷ്യപ്പെടുത്തുക മക്കൾക്ക് വലിയ കാര്യമാണ്. മരുമക്കൾക്ക് അങ്ങനത്തെ പേടിയുള്ളതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വേറെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മക്കൾക്ക് രണ്ടുപേർക്കും, എൻ്റെ മോന് സത്യം ഇന്ദ്രൻ ഷൂട്ടിംഗ് ക്യാൻസലാക്കി. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് സെല്ലുലൈറ്റിസ് വന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് എൻ്റെ ചേട്ടനുണ്ടായത് അന്ന് ഇവിടുന്ന് അമേരിക്കയിൽ. അപ്പോൾ ഒരു 4 ദിവസം ആസ്ട്രലിൽ കിടന്നു, പിന്നെ 1 മാസം വീട്ടിലും 4-5 ദിവസം കിടന്നു. അന്ന് ലഡാക്കിലെങ്ങാണ്ട് ഷൂട്ട് ചെയ്യുക രാജു പറന്ന് വന്ന് 2 ദിവസം ഇവിടെ. അപ്പോൾ ആദ്യം അങ്ങനെയൊന്നും ഷൂട്ടിംഗ് നിർത്തി വരുന്നതേ അല്ല, അവരൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അതുപോലെ ഇന്ദ്രൻ തുടങ്ങാനിരുന്ന പടം ഒരാഴ്ച നീട്ടി, അമ്മയ്ക്ക് വയ്യെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിനാ മോനെ? അല്ല അമ്മ അതല്ല മാമനും. അപ്പോൾ എൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട്, ചേട്ടൻ കൂടെ വന്നു ഇവിടെ, ഹോസ്റ്റലിൽ എല്ലാവരെയും അറിയാവുന്നതുകൊണ്ട് വന്ന് താമസിച്ച്. ഏതായാലും അങ്ങനെ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഡോക്ടർ ചാൾസിൻ്റെ നേതൃത്വത്തിൽ. ആരാണ്ട് പറഞ്ഞ് ഹൃദയം പോയി മാറ്റി വെച്ചു, മറ്റേത് മാറ്റി വെച്ചു, എല്ലാം മാറ്റിയൊന്നും വെച്ചില്ലല്ലേ, അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നന്നായിട്ട് അവിടെ ട്രീറ്റ് ചെയ്തു, എന്നെ പറയാതിരിക്കാൻ വയ്യ. ഡോക്ടർ ചാൾസ് ആയിരുന്നു എൻ്റെ ഹെഡ്. എൻ്റെ കാലിൽ നീരും പോയി, ചുമന്ന കളറും പോയി, നീരുണ്ടായിരുന്നു കാലിൽ, നല്ല വേദനയൊക്കെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം. അത് രാജുവിനെ നോക്കി ഡോക്ടർ തന്നെയാണ് ലേക്ക് ഷോറിൽ നോക്കുന്നത്, ഡോക്ടർ ജേക്കബ് വർഗീസ്. അപ്പോൾ അതെല്ലാം കൂടെ ഉള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കി, സത്യം ഇവർക്ക് വലിയ സങ്കടമാണ് ഞാൻ കിടന്നാൽ. അപ്പോൾ നമ്മൾ ഇച്ചിരി കിടക്കണമെന്ന് തോന്നിയാലും അവർ വരുമ്പോൾ കിടക്കാതെ ഹലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും, അല്ലെങ്കിൽ അവർ മൂഡ് ഓഫ് ആവും. അത് ഞാനത് അറിഞ്ഞ് നിൽക്കും. മക്കൾക്ക് വലിയ കാര്യം. മരുമക്കൾക്ക് പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇല്ല, ബാക്കി മാറിയിരുന്ന് ഇവരോടൊക്കെ ലിസ്റ്റ് അമ്മയെ പേടിയാണെന്ന് പറയുമെന്ന് എനിക്കറിഞ്ഞൂടെ. ദൈവം പേടിയൊന്നും ഇല്ല, അങ്ങനത്തെ മരുമക്കളൊന്നുമല്ല കേട്ടോ, പേടിക്കുന്ന മരുമക്കളൊന്നുമല്ല. ഇപ്പൊ ഗോൾഡിലല്ലേ നിങ്ങൾ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളത്, അപ്പം ലിസ്റ്റിൻ ചേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു? അയ്യോ, ലിസ്റ്റിന് നല്ല പ്രൊഡ്യൂസറാണ് സത്യം. ഇച്ചിരൂടെയൊക്കെ കാശി വയസ്സായവർക്ക് തന്നാൽ മതി. ഈ സീനിയർ സിറ്റിസൺ ഒക്കെ വരുമ്പോഴേ പാവം ചെന്നാ ചേച്ചി മരുന്ന് വാങ്ങിച്ചോന്നും പറഞ്ഞ് വേണം ഇച്ചിരി കൂടുതലൊക്കെ തരാമില്ലല്ലേ. അല്ല, അതെന്താന്ന് വെച്ചാൽ പ്രായമായതുകൊണ്ട് അവർക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുത്താൽ മതി. ശരിക്കും നല്ല ബാക്കി എല്ലാ ഉത്തരവാദിത്തം കഴിഞ്ഞിരിക്കാന്നൊക്കെ പറയാം. ഒരു കാര്യത്തിന് അവിടെ ഒരു കുറവും ഇല്ല സത്യം. എന്ത് വേണോ റെഡിയാണ് അവിടെ. അതെല്ലാം കഴിഞ്ഞ് ലിസ്റ്റിന് അവിടെ ഒരു പുറത്ത് ഞങ്ങളൊരു എന്തോന്നില്ല ആഘോഷമായിരുന്നു, ഒരു വലിയൊരു കേക്കൊക്കെ ഉണ്ടാക്കി. ബർത്ത്ഡേയുടെ ഭയങ്കര ഒരു കേക്ക്, ആ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ സീനൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ പ്രൊഡ്യൂസർമാരൊക്കെ പോലെ ഇങ്ങനെ വന്നിരുന്നു, അത് ശരിയായിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻട്രപ്ഷൻസ് അങ്ങനെ ഇല്ല, അവിടെ നിന്നിട്ട് വേണ്ടേ വന്നെല്ലാം സെറ്റിലേ പോവാറില്ല ഇപ്പൊ. അങ്ങനെയല്ല, ഇപ്പൊ എല്ലാരും നോക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ വലിയ പ്രൊഡ്യൂസർ മുതലാളിയായില്ലേ, എല്ലായിടത്തും അന്വേഷണങ്ങളുള്ള അദ്ദേഹം. അപ്പൊ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ നമുക്ക്, നമ്മുടെ കണ്ണെത്താത്തതിന്റെ ഒരു? അല്ല, ടെൻഷൻ അതിപ്പം ഉണ്ടാവുമല്ലോ. കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഉദ്ദേശിച്ചതിനൊക്കെ കൂടുതലൊരു ബഡ്ജറ്റിലും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻസ് ഒക്കെ അതൊക്കെ സ്വാഭാവികം. പക്ഷെ ആഫ്റ്റർ ഓൾ ഇപ്പം നമുക്കിത് സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ് ആണ്, അതുകൊണ്ടിട്ട് അതിനെ അതിൻ്റെ കണ്ണിൽ കൂടെ കാണാനായിട്ട് പഠിച്ചല്ലോ. ഇപ്പൊ ഇത്രയും പടങ്ങളായില്ലേ. തമിഴ് പടം കണ്ടിട്ടുണ്ടോ? തമിഴ് മാധവന്റെ അമ്മയാണ്. എനിക്കറിയാം, അതെനിക്കറിയാം, വാഴ്ത്തുക്കൾ എനിക്കറിയാം. അതിനുശേഷം ഞാൻ മാധവൻ വലിയ കാര്യമായിട്ട് മല്ലിഹ ചേച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്. വലിയ കാര്യമാണ്. ദീപാവലിക്കും അതിനും ഇതിനൊക്കെ ഒരൊറ്റ പടത്തിലാണ് അദ്ദേഹത്തിന് കൂടെ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അല്ല, തമിഴിൽ ഒരുപാടൊക്കെ പേര് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഇത് നിർബന്ധിച്ച് വിളിച്ച് നിങ്ങൾ ചെയ്യണ ഒരു പുതിയൊരാൾ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് പോയി. അത് ആ ഒരു ഒറ്റപ്പടത്തിൽ അഭിനയിച്ചെങ്കിലും ഇന്നും ആ ഒരു പേരും കാര്യങ്ങളും എല്ലാം അദ്ദേഹം മനസ്സിലിങ്ങനെ അതൊക്കെ വളരെ റെയറാണ് മോളെ. ഒരു പടത്തിൽ അഭിനയിച്ചവരെയൊക്കെ നമ്മളും മറന്നു പോകുക, അവരും മറന്നു. പക്ഷെ പുള്ളിക്കാരൻ ആ സമയത്ത് ഒരു മെസ്സേജും ഒക്കെ വരും. അതാണ് എൻ്റെ ഇൻഡസ്ട്രിയുടെ ഒരു ഗുണം എന്നൊക്കെ പറയുന്നത്. ചില ആൾക്കാരുമായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് മരണം വരെ ഇങ്ങനെ നിൽക്കും നമുക്ക്. പക്ഷെ എന്നാലും ആ കുഞ്ഞൊന്നും അന്വേഷിച്ചല്ലേ നമ്മളെ എന്ന് നമുക്കിങ്ങനെ തോന്നുന്നില്ലേ. അതുപോലൊക്കെയുള്ള ഒരാളാന്നേ ഉള്ളൂ. എപ്പോഴും കിട്ടിയില്ലെങ്കിലും വിളിക്കുമ്പോൾ ഒന്ന് വിളിക്കും, എന്തുകൊണ്ട് അമ്മ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഉണ്ട്.
ചേട്ടന്റെ ഫ്രണ്ട് ആണല്ലോ, പിന്നെ മകൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. പറയുമല്ലോ ആൾക്കാര്. അല്ല അതാ ഞാൻ പറഞ്ഞു, അതായത് നമ്മളിപ്പോ സിനിമ പ്രൊഡ്യൂസർ ആണല്ലോ, അപ്പം സിനിമകളിൽ ഇങ്ങനെ കുറെ അധികം സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പൊ രാജുവിന്റെ കൂടെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നു. അപ്പൊ വെളിയിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈവൻ ചാക്കോച്ചന്റെ സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മറ്റു സിനിമകളെല്ലാം ഇപ്പൊ കൂടുതലും ഇപ്പൊ രാജുവായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം എല്ലാ പരിപാടികൾക്കും ഒരു ഉദ്ഘാടനത്തിനായിട്ട് ഇവരെയൊക്കെ കിട്ടുമെന്ന് ചോദിക്കും. ശരിക്കും അങ്ങനെയല്ലല്ലോ ഇവരെല്ലാം ആർട്ടിസ്റ്റുകൾ വളരെ ഫേമസ് ആണ്. ലിസ്റ്റിൻ രാജു കൂടെ ഒന്നിച്ച് പഠിച്ചവരാണോ ധരിച്ചവരുണ്ട്. ഞാനിപ്പോൾ ദുബായിലും ദോഹയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി. എനിക്ക് റെസിഡൻസി വിസ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ പോകുമ്പോഴും അവിടെ ചോദിക്കുന്നത് സൈനിക് സ്കൂളിൽ പഠിച്ചവരാണോ ഇവരുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പലപ്പോഴും പലരും പിന്നെ എന്നോട് സംസാരിക്കും, ആ ഡൗട്ട് അങ്ങ് മാറും. അതെന്ന് പുള്ളിയും കണ്ടാവുള്ള ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്നിച്ച് പഠിച്ചവരാണോ, ഇവർ രണ്ടും കൂടാണല്ലേ പ്രൊഡക്ഷൻ എന്നൊക്കെ ഞാൻ പറയാം. മാജിക് ഫ്രെയിംസ് ആ പേരൊക്കെ വളരെ ഫെമിലിയറാണ്. എന്നെ കണ്ടി വന്നിട്ടുണ്ടറിയാം അവർക്കൊക്കെ മാജിക് ഫ്രെയിംസും ഒക്കെ. അല്ല ഞാൻ പറഞ്ഞ അല്ല അതുകൊണ്ടിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാം ഫ്രീ ആണ്. ഇവരെ എല്ലാം ഉദ്ഘാടനത്തിന് ഇപ്പം ചാക്കോച്ചൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൃഥ്വി ആയിക്കോട്ടെ, ജയസൂര്യ ആയിക്കോട്ടെ, അപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഇവർക്ക് ഇവരുടേതായ ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ ചില സ്ഥാപനങ്ങൾ ഈവൻ തുടങ്ങുമ്പോൾ ഇവരെ വെക്കണം എന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇവർക്ക് നിൽക്കാനായിട്ട് ഇപ്പം ഈവൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. എന്താ പറയാ, ചേട്ടൻ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ ബന്ധമുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റി. ഞാൻ ശരിക്കും ഇവരൊക്കെ വരുന്നുള്ളത് ഇങ്ങനെ കേട്ടൊക്കെ പറയുന്നത്, അയ്യോ എങ്ങനെ വരാനാ അവരൊക്കെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അജുവിനെ കണ്ടപ്പോഴേ ഒന്ന് ഞെട്ടി. അജു ഇപ്പൊ എല്ലാ പടത്തിലും ഉണ്ട്. ഞാൻ അവന് 2 പടത്തിലും ഇപ്പൊ അജു ഉണ്ട്. അത് കഴിഞ്ഞ് ഇദ്ദേഹം മുങ്ങി തപ്പിയാ കിട്ടാത്ത ഒരാളായി. ഞാൻ എന്താ ഓടി വന്നതെന്ന് പറയും. ഇനിയിപ്പോ ഞാനെങ്ങാനും ചോദിച്ചിട്ട് പൃഥ്വിരാജ് വല്ല ഡേറ്റും തന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ ഞാനെടുക്കുന്ന പടത്തിന് പോലും അതെ ഞാനൊരു സേഫ് സോണിൽ പിടിച്ചു വെച്ചേക്കും. അമ്മയെ ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കി വെച്ചു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ തന്നെ ഒക്കെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും. ഞാനത് പറയും. ഞാൻ പറയും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊരു ഉപകാരം ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നവരെ മറക്കാതിരിക്കുക. ഇന്ന് ഇങ്ങനെയാണോ, നാളെ എങ്ങനെയാണോ, മറ്റന്നാളെ അതൊന്നും അല്ല. പക്ഷേ ആ വിചാരം മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദൈവാധീനം നിനക്ക് ഉണ്ടാവുന്നത് എൻ്റെ മക്കൾക്ക് 2 പേരോട് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഒരുപാട് വലിയ സന്തോഷം. ശരി, നിങ്ങൾ ഇനി ഒരുപാട് നല്ല സിനിമകളൊക്കെ വരട്ടെ അമ്മ. അതെ, പിന്നെ മിക്കവാറും ഞാൻ കാണും അമ്മൂമ്മയായിട്ടൊക്കെ. മിക്കവാറും ഈ അമ്മൂമാരിപ്പോ കുറച്ച് കുറവാ, പലരും പോകുന്നില്ല വയ്യ എന്നൊക്കെ പറഞ്ഞ്. അനിൽ ശുശ്രൂഷിക്കുന്ന പെൺകുട്ടിയായിട്ട് എന്നെ എടുത്തോട്ടെ, കുഴപ്പമില്ല, അഭിനയിക്കാം. അടുത്ത എപ്പിസോഡാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിയായിരുന്നു. ഇല്ലില്ല, നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മള് ഇടയ്ക്ക് കണ്ടന്റ് കയറിയതുള്ളൂ. ഞാനും പിന്നെ മീന ചേച്ചി ഉണ്ട് അതില്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ 2 ചെറിയ കുതിര നോക്കിയെടുത്തു ഞങ്ങള്. അതിന്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പൊ ഞങ്ങള് പറഞ്ഞു, ഫ്രണ്ടിലെ കുതിര പോകുമ്പോ ഇത് ഓടിക്കൂടുന്നു. എവിടെ, ഫ്രണ്ടിലെ കുതിരയെല്ലാം പോയി കഴിഞ്ഞു, ഈ കുതിര ഓടണ്ടേ. ഒന്നാമത് മീന ചേച്ചിയുടെ കുതിര പോകത്തില്ല, വെയിറ്റ് കൂടുതലാ. അതിന് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആ കുതിര വളഞ്ഞു പോയി. അല്ല, അന്ന് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് ജയഭാരതിയും നായികമാരില്ലേ. അവര് ഒരുങ്ങി കഴിഞ്ഞാൽ അവരുടെ നടപ്പ് പോലും മാറും. പിന്നെ നായികയായിട്ടുള്ളൊരു നടപ്പാണ്, പതുക്കെ വരൂ. ഷീലാമ്മ ഒരു റൂമിലായിരിക്കും, ജയഭാരതി അപ്പുറത്തെ റൂമിലായിരിക്കും. അപ്പൊ ഇവർക്ക് നായന്മാരുണ്ടാവും. അപ്പൊ ഷീലാമ്മ പോയി പറയും അപ്പുറത്ത് പോയി നോക്കിക്കുക, ജയഭാരതി എന്തൊക്കെ തലേ വെച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആള് വന്നിട്ട് പറയും, അമ്മ அவங்க பெரிய ഇതെല്ലാം വെച്ചിരിക്കാங்க. ആണോ, എന്നാ കുറച്ച് കൊടുത്തിട്ട് വാ. ആ ഒരു വിന്റേജ് കാലഘട്ടത്തിലുള്ള ചുരിദാർ ആവട്ടെ, സാരികളാവട്ടെ, ബ്ലൗസ്, അല്ലാതെ സർവത്ര കയറിയ ജീൻസ് ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. അല്ല, അന്ന് ചുരിദാറുണ്ട് കേട്ടോ, ചുരിദാറുണ്ട്. പക്ഷെ അന്നത്തെ ചുരിദാർ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വല്ലാത്ത കീറലില്ല. ഇവിടെ വരുന്ന കീറല് എനിക്കറിയാം. ഇവിടെ അല്ല, ഇപ്പൊ ഇവിടുന്ന് വയറ് തൊട്ട് കാണാൻ കീറിയിട്ടേക്കുന്നത്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ വരെ അങ്ങനെ ചുരിദാർ ഇവിടുന്നേ കട്ട് ചെയ്ത് അങ്ങ് ഇട്ടിരിക്കുക. അതൊക്കെ ഞാൻ പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ ഡ്രസ്സുകളും മറ്റേ ജയിക്കാനായി ജനിച്ച വല്ലൊരു പാട്ടിനകത്തൊക്കെ എനിക്കാണെങ്കിൽ ഒട്ടും വശമില്ല ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട്. ഞാൻ ഒരിക്കലേ ഉദയ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്നു. അപ്പം മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ഡ്രസ്സെന്ന് ചോദിച്ചപ്പം അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ ഒട്ടും ഇറക്കമില്ലല്ലോ. ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പുറത്തുള്ളത് പിന്നെ വിജയശ്രീക്കുള്ള ഡ്രസ്സാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഇതിനെക്കാട്ടി ഇറക്കം കുറവ്. എന്നാൽ പിന്നെ കുഴപ്പമില്ല.